പവിത്രത്തിന്റെ ഈ ആഴ്ചയിലെ എപ്പിസോഡുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. രാത്രി എല്ലാവരും ഒന്നിച്ച് ഫുഡ് കഴിക്കുന്നതിനിടയിൽ ഞാൻ ഇവിടെ സ്കൂളിൽ ചേർത്താലെന്ന് ആലോചിക്കുക എന്ന് തരുൺ പറയുന്നുണ്ട്. അവിടെ ഇനി തുടരുന്നത് അത്ര സേഫ് ആണെന്ന് തോന്നുന്നില്ലെന്ന് അവൻ പറയുന്നത് കേൾക്കേ. അതെങ്ങനെ ശരിയാവും? ഇവിടെ ആരുണ്ട് ഇവിടെ നോക്കാനെന്ന് വേദ ചോദിക്കുകയാ. അമ്മയുണ്ടല്ലോ എന്ന് തരുൺ. പക്ഷേ അമ്മ അങ്ങോട്ട് വരികയല്ലേ എന്ന് വേദ ചോദിക്കേ. അമ്മ ഇനി അങ്ങോട്ട് വരേണ്ടെന്ന എന്റെ അഭിപ്രായം എന്ന് തരുണും. ഇവിടെ അമ്മയ്ക്ക് ഇവളെ തനിച്ച് നോക്കാൻ പറ്റുമോ എന്ന് വേദ ചോദിക്കേ. അവിടെയാണെങ്കിലും അമ്മ തന്നെയല്ലേ അവളെ നോക്കുന്നത്. പിന്നെ നമ്മുടെ പ്രൊഫഷൻ വെച്ച് ഏത് സമയത്താ വീട്ടിലെത്തുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇവിടെ ആവുമ്പോ സ്വന്തം നാടല്ലേ. എന്തായാലും അവൾ ഇവിടെ നിന്ന് വളരുന്നതാ നല്ലതെന്ന് തരുൺ പറയുന്നുണ്ട്. ഭീഷണിയെ പേടിച്ചാണോ തരുൺ ഇങ്ങനെയൊരു തീരുമാനമെടുത്തതെന്ന് വേദ ചോദിക്കേ. എനിക്കുള്ള ഭീഷണിയെക്കുറിച്ച് ഞാൻ ഇതുവരെ ആലോചിച്ചിട്ടില്ല. പക്ഷെ ഇവളുടെ കാര്യം വരുമ്പോ അങ്ങനെയല്ലല്ലോ എന്ന് തരുണും പറയുന്നുണ്ട്. അവിടെ തൊട്ടടുത്ത് നമ്മൾ ഉണ്ടെന്നെങ്കിലും പറയാം. അതിന്റെ ഒരു ധൈര്യമുണ്ട്. ഇവിടെ ആരുണ്ട് എന്ന് വേദ പരിഭ്രമത്തോടെ ചോദിക്കേ. അതിനൊരാളെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്ന് തരുൺ പറയേ. ആരെ എന്ന് വേദയും ചോദിക്കുക. ഒരു ബോഡി ഗാർഡ് എന്നവൻ പറയുന്നവർക്ക് എല്ലാം ശ്രദ്ധിച്ചിരിക്കുകയായിരുന്ന ഗൗരിമോളും നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എല്ലാം എന്നെ പറ്റിയാണെന്ന് മനസ്സിലായി എന്ന് പറയുകയാ. അതേടി മിടുക്കി, നിന്നെ പറ്റി തന്നെയാ. നിന്നെ രാവും പകലും നോക്കാനേ ഒരു മാമൻ വരുന്നു എന്ന് തരുൺ അവളോടായി പറയുകയാ. എനിക്ക് മാമനും വേണ്ട കൂമനും വേണ്ട എന്ന് ഗൗരിയും പറയുന്നുണ്ട്. അയ്യോ അങ്ങനെ പറയരുത്, ഇത് നല്ല മാമനാന്ന് തരുൺ. വേണ്ടെന്ന് പറഞ്ഞില്ലേ, ഞാൻ അച്ഛന്റെ അമ്മേന്റെയും കൂടെ വരും എന്നവൾ വാശിയോടെ പറയേ. അമ്മയ്ക്കും അച്ഛനും നല്ല തിരക്കുള്ള ജോലിയല്ലേ മോളെ, ആഴ്ചയിലൊരിക്കൽ ഞങ്ങൾ ഇങ്ങോട്ട് വരില്ലേ എന്ന് തരുണും പറയുകയാ. അപ്പൊ ഒരാഴ്ച ഞാൻ അച്ഛനെ കാണാതെ നിൽക്കണ്ടേ? അത് പറ്റത്തില്ലെന്ന് ഗൗരി വീണ്ടും പറയുകയാ. എന്താ മോളെ ഇത്? അച്ഛൻ പറയുന്നത് കേൾക്കെന്ന് തരുണും. വേണ്ട വേണ്ട വേണ്ട, എന്നോട് ആരൊന്നും പറയും വേണ്ട, മിണ്ടും വേണ്ട എന്ന് പറഞ്ഞവൾ കഴിക്കുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് പോകുമ്പോഴേക്കും മോളെ ഗൗരി നിക്ക് എന്ന് പറഞ്ഞ് വേദ എഴുന്നേൽക്കുന്നുണ്ട്. അവളോട് ഇരുന്ന് കഴിക്കാനും ഞാൻ നോക്കിക്കൊള്ളാമെന്നും സേതുലക്ഷ്മി പറയും. ഗൗരിയെ താൻ നോക്കിക്കൊള്ളാമെന്ന് ഹിന്ദിയിൽ പറഞ്ഞ് ജോലിക്കാരി അവളുടെ അടുത്തേക്ക് പോവുകയാണ്. ആകെ ടെൻഷനോടെ വേദയും ചോദിക്കുന്നുണ്ട്. ഇത്ര പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് മറ്റുള്ളവരോടും ഒന്ന് ആലോചിക്കേണ്ടെന്ന്. ഇതാലോചിച്ച് നടപ്പാക്കേണ്ട കാര്യമല്ല വേദ. ആക്രമിക്കാൻ വരുന്നവരെ ആലോചിച്ചിട്ട് തീരുമാനിച്ചിട്ടല്ല വരുന്നത്. അതുകൊണ്ടൊരു മുൻകൂർ സുരക്ഷ നമ്മൾ ഏർപ്പാടാക്കുന്നതിൽ എന്താ തെറ്റെന്ന് തരുണും ചോദിക്കുക. എന്തായാലും പുറത്തുനിന്നുള്ള ഒരാളല്ലേ വരുന്നത്. അവൾ ഒരു പെൺകുഞ്ഞല്ലേ. ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണിത്. അതെന്താ മനസ്സിലാക്കാത്തത് എന്ന് വേദയും ടെൻഷനോടെ ചോദിക്കുക. അവൾ എന്റെ പ്രാണനാണ്. അവളെ നോക്കാൻ ഒരാളെ ഏർപ്പെടുത്തുമ്പോൾ ലോകത്തിലെ ഏറ്റവും വിശ്വസ്തനായ ഒരാളെ മാത്രമേ ഞാൻ നിയമിക്കൂ. അത് കണ്ടെത്തി തരാൻ എനിക്ക് ആളുകളുണ്ട്. അവരിൽ എനിക്ക് വിശ്വാസമുണ്ട്. അതുപോരെയെന്ന് തരുണും ചോദിക്കുക. സേതുലക്ഷ്മിയും തരുണിനോടായി പറയുന്നുണ്ട്. തരുൺ, മോളെ പറ്റി എന്താലോചിക്കുമ്പോഴും നീ തെറ്റായൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. അവളെ നോക്കി ഇവിടെ ഇരിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ അവളെക്കുറിച്ചുള്ള എന്തു തീരുമാനവും നിങ്ങൾ രണ്ടുപേരും കൂടി സംസാരിച്ചെടുക്കണം. എന്നിട്ട് അത് അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അവളുടെ പേരും പറഞ്ഞ് അവളുടെ മുന്നിൽ നിങ്ങൾ തർക്കിക്കുന്നത് ഒട്ടും ശരിയല്ല. വേദ എന്തു പറയുന്നു എന്ന് സേതുലക്ഷ്മി അവളോടായി ചോദിക്കേ. ഞാൻ എന്തു പറയാനാ? മാവ് കെട്ടിയിട്ട് അഭിപ്രായം ചോദിച്ചതുകൊണ്ട് എന്ത് ചെയ്യാൻ എന്ന് ദേഷ്യത്തോടെ ചോദിച്ചവളും അവിടുന്ന് എഴുന്നേറ്റ് പോവുകയും. അവൾ പോയി കഴിയുമ്പോഴേക്കും തരുണും അമ്മയോടായി ഇവൾക്ക് എന്തിനാ അമ്മ ഇത്ര പരിഗണന കൊടുക്കുന്നത്? എന്റെ മകളുടെ കാര്യം ഞാൻ തീരുമാനിച്ച പോലെ ഇവളോട് എന്തിനാ അഭിപ്രായം ചോദിക്കുന്നത് എന്ന് ചോദിക്കുക. അത് പറഞ്ഞ അഭിമാനം കൊള്ളാൻ മാത്രം അവളെ വളർത്തി വലുതാക്കിയതിൽ അവൾക്കും വലിയൊരു റോളുണ്ടല്ലോ. അതുകൊണ്ട് തൽക്കാലം മോൻ അമ്മ പറയുന്നത് പോലെ അങ്ങ് ചെയ്താ മതി എന്ന് സേതുലക്ഷ്മിയും പറയുകയാണ്. പിന്നീട് തരുണിന്റെ വീട്ടിലെ ഹിന്ദിക്കാരായ ജോലിക്കാർ പുതിയ ബോഡി ഗാർഡ് വീട്ടിലേക്ക് വരുന്നതിനെ കുറിച്ച് സംസാരിക്കുകയാ. പുതിയ ജോലിക്കാരൻ വരുന്നത് റാമിന് പ്രശ്നമാകുമോ എന്ന് അവിടുത്തെ ജോലിക്കാരി റാമിനോടായി ചോദിക്കുക. ക്യാ പ്രശ്നം എന്നയാൾ ചോദിക്കേ. തേരാ തട്ടിപ്പ് സബ് ലോഗ് അറിയൂലേ എന്നവൾ ചോദിക്കുന്നുണ്ട്. ക്യാ തട്ടിപ്പ് എന്നയാൾ ചോദിക്കേ. നിന്റെ നാടകം എന്റെ മുന്നിൽ നടക്കൂല. നിന്റെ തട്ടിപ്പൊക്കെ എനിക്ക് നന്നായി അറിയാം. ഈ വീട്ടിൽ നിറയെ പ്രോബ്ലങ്ങളാണ് എന്നവൾ അയാളോടായി പറയേ. ക്യാ പ്രോബ്ലം എന്ന് അയാളും. കറക്റ്റായി തനിക്ക് അറിയില്ലെന്നും പക്ഷേ ഈ വീട്ടിൽ വന്നതിനു ശേഷം ദില്ലി ദബാങ്ങിനെ പേടി വന്നിട്ടുണ്ടെന്നും ആക്സിഡന്റ് നടന്നതിനു ശേഷമാണ് ഇങ്ങനെ ആയതെന്നും അവൾ പറയേ. അതുകൊണ്ടാണോ ജോലിക്കാരനെ കൊണ്ടുവന്നത് എന്ന് റാമുൻ ചോദിക്കുക. അല്ലാതെ നിനക്ക് കുഞ്ഞിനെ ഫുൾ ടൈം പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമോ? ഈ ജോലിക്കാരൻ സാധാ ജോലിക്കാരനല്ല, ബോഡി ഗാർഡാണ്. ബോഡി ഗാർഡ് എന്നവൾ പറയുന്നത് കേൾക്കേ. ക്യാ ബോഡി ഗാർഡ്? കൂടെ നടക്കാൻ ഒരാൾ, ആയ എന്നൊക്കെ പറയും. പെണ്ണിന് പകരം ആണ്. കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട എന്നയാൾ പറയുന്നവൾക്ക് അസൂയ അസൂയ എന്നവളും കളിയാക്കുകയാ. എന്തിന്? ഞാൻ സാബിന്റെ കൂടെ എത്ര കാലമായി. അങ്ങനെ ഒരാൾ വന്നാലും എനിക്ക് പ്രശ്നമില്ല എന്നയാൾ പറയുന്നത് കേൾക്കേ. സാബിനും എം സാബിനും ഇടയിൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട് എന്നവൾ പറയേ. ക്യാ പ്രോബ്ലം എന്നയാളും ചോദിക്കുക. എന്തൊക്കെയോ പ്രോബ്ലങ്ങളുണ്ട്, എനിക്ക് മുഴുവനായി മനസ്സിലായില്ല, ഞാനത് കണ്ടതാ എന്നവൾ പറയുന്നവൾക്ക് അയാളും ദേഷ്യത്തോടെ വായടച്ചു വെക്കേ എന്ന് അയാളും പറയുന്നുണ്ട്. സത്യമാ ഞാൻ പറയുന്നത്, ഞാൻ കണ്ടതാ എന്നവൾ വീണ്ടും പറയും. പോയി ജോലി ചെയ്യാൻ നോക്കെന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് എഴുന്നേൽക്കുക. നിന്റെ ജോലി ഉടനെ തെറിക്കാൻ പോവാ.
പുതിയ ആള് വരട്ടെ, നിന്റെ കാര്യം പോക്കാ എന്നവളും ദേഷ്യത്തോടെ പറയുന്നു. എന്റെ കാര്യത്തിൽ എനിക്ക് പേടിയില്ല, പക്ഷേ ഓരോരുത്തരും വരുമ്പോ നിന്റെ ഈ ഇളക്കമുണ്ടല്ലോ അത് നിർത്തിക്കോ, കേട്ടല്ലോ എന്ന് താക്കീതോടെ പറഞ്ഞ് അയാൾ അവിടുന്ന് പോവുകയാണ്. രാത്രി വേദയുടെ റൂമിനരികിലേക്ക് ചെന്ന് വേദ ഒന്ന് പുറത്തേക്ക് വരുമോ എന്ന് തരുൺ വിളിക്കുക. അവൾ കട്ടിലിൽ ഇരുന്ന് കളിക്കുന്ന മോളെ ശ്രദ്ധിക്കുമ്പോഴേക്കും അവൾ അവിടെ ഇരുന്ന് കളിച്ചോട്ടെ, എനിക്ക് തന്നോട് സംസാരിക്കേണ്ടതെന്ന് തരുൺ പറയേ. വേദ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുക. മോളുടെ കാര്യം വരുമ്പോ എനിക്ക് വല്ലാതൊരു ഉത്കണ്ഠ വരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ നിയന്ത്രണം വിട്ട് എന്തെങ്കിലും പറഞ്ഞു പോകും. വേദ അത് കാര്യാക്കണ്ട എന്ന് തരുൺ പറയേ. ഞാൻ മോളെയും കൊണ്ട് പുറത്തു പോയത് കൊണ്ടാണോ ഇത്രയും പെട്ടെന്ന് ബോഡി ഗാർഡിനെ സംഘടിപ്പിക്കാൻ പുറപ്പെട്ടതെന്ന് വേദയും ചോദിക്കുക. മോളെയും കൊണ്ടുപോകുമ്പോ വേദ എന്നോട് ചോദിച്ചോ എന്ന് തരുണും. അതിന്റെ ആവശ്യമുണ്ടെന്ന് തരുൺ വിശ്വസിക്കുന്നുണ്ടോ? ഊരും പേരും അറിയാത്ത ഏതോ ഒരാള് ബോഡി ഗാർഡ് എന്ന പേരിൽ മോളുടെ കൂടെ നിർത്തുന്നതിലെ സുരക്ഷിതത്വക്കുറവാണ് എന്റെ കൂടെ അയക്കുന്നത് എന്ന് വേദയും ചോദിക്കുക. അത് കേട്ട് തരുണം വേദയ്ക്ക് അത് മനസ്സിലാവാത്തത് കൊണ്ടാണ്. ബോഡി ഗാർഡിന്റെ ജോലി എന്റെ കുഞ്ഞിന്റെ സംരക്ഷണമാണ്, അല്ലാതെ അവളെ ലോകം കാണിക്കുക എന്നതല്ല എന്ന് പറയേ. അപ്പോ എനിക്കൊരു അവകാശവുമില്ലെന്ന് തരുൺ വിശ്വസിക്കുന്നുണ്ട് എന്ന് വേദയും ചോദിക്കുക. വേദയുടെ ആ ക്ലെയിം കേൾക്കുമ്പോഴാ എനിക്കിങ്ങനെ മറുപടി പറയേണ്ടി വരുന്നത്. ദയവ് ചെയ്ത് ഇനി ആവർത്തിക്കരുത് എന്ന് തരുൺ പറയുന്നതുകൾക്ക് ക്ലെയിമോ? മനസ്സിലായില്ലെന്ന്. വേദ ഇനി ആവർത്തിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഗൗരി പിറന്ന സമയത്ത് വേദ കാണിച്ചത് ഒരാളും ജീവിതത്തിൽ കാണിക്കാത്തതാണ്. അതിനു പകരം ഞാനും അമ്മയും അതേ സ്നേഹം വേദയ്ക്ക് തിരിച്ചു തന്നിട്ടുണ്ട്. ഗൗരി അമ്മയെന്ന് വിളിച്ചപ്പോഴൊന്നും ഞാൻ അവളെ വിലക്കിയിട്ടില്ല. പക്ഷെ അതുകൊണ്ട് അർഹതയില്ലാത്ത കാര്യങ്ങൾ ഒരുപാട് ആഗ്രഹിക്കരുത്. ഗൗരിയുടെ കാര്യം എനിക്ക് വിട്ടേക്ക്. അവൾ എങ്ങനെ വളരണമെന്നും എന്തായി തീരണമെന്നും ഞാൻ തീരുമാനിച്ചോളാം. സോറി, ഞാൻ അല്പം ക്രൂരമായി പോയിട്ടുണ്ടെന്ന് മാത്രം എന്ന് പറഞ്ഞ് തരുൺ അവിടുന്ന് പോവുകയാണ്. തിരികെ വേദ ബെഡിലേക്ക് വന്നിരിക്കുമ്പോഴേക്കും കളിക്കുകയായിരുന്ന ഗൗരിമോളും എന്താ അമ്മ പറ്റിയേ എന്ന് ചോദിക്കുക. വേദ ഒരു നെടുവീർപ്പോടെ അവിടെ ഇരിക്കുക. വീണ്ടും അവളുടെ താടിക്ക് പിടിച്ച് എന്താ അമ്മയെ പറ്റിയേ എന്നവൾ ചോദിക്കേ. വേദ അവളെ ചേർത്ത് പിടിക്കുക. ഗൗരി വീണ്ടും എന്താ അമ്മയെ പറ്റിയേ? അച്ഛൻ ചീത്ത പറഞ്ഞോ? അച്ഛൻ എന്തിനാ അമ്മയെ ചീത്ത പറഞ്ഞത്? പോലീസ് ആയതുകൊണ്ടാണോ? പോലീസ് കള്ളന്മാരെയല്ലേ ചീത്ത പറയാ? അമ്മ കളക്ടർ അല്ലേ? ഇതങ്ങനെ വിട്ടാ പറ്റില്ല. ഗൗരി മോള് ചോദിച്ചിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞവൾ എഴുന്നേറ്റ് പോവാൻ തുടങ്ങുന്നേരം ഗൗരി നിക്ക് എന്ന് പറഞ്ഞ് വേദ പിടിച്ചു വെക്കുന്നു. അമ്മേ കരഞ്ഞതൊന്നുമല്ല എന്ന് വേദ പറയേ. എന്തിനാ വെറുതെ കള്ളം പറയുന്നത്? ഞാൻ കണ്ടതല്ലേ. ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് ഗൗരി തരുണിന്റെ അടുത്തേക്ക് ഓടുകയാ. അവൾ റൂമിൽ ഇരിക്കായിരുന്ന തരുണിന്റെ അരികിലേക്ക് ചെന്ന് അച്ഛാ യു ഹാവ് ടു സേ സോറി എന്ന് വിരൽ ചൂണ്ടി പറയുക. സോറി പറഞ്ഞേ പറ്റൂ എന്നവൾ ദേഷ്യത്തോടെ പറയേ. എന്തിനാ എന്ന് തരുണും ചോദിക്കുന്നു. അമ്മയെ കരയിപ്പിച്ചതിന് എന്നവൾ പറയേ. അതിന് അച്ഛൻ കരയിപ്പിച്ചില്ലല്ലോ എന്ന് തരുണും ചോദിക്കുക. അമ്മ കരയണ്ട, അച്ഛന്റെ അടുത്തുനിന്നാണ് അമ്മ കരഞ്ഞോണ്ട് വന്നത്. അപ്പോ അച്ഛനല്ലാതെ പിന്നെ വേറെ ആര് കരയിപ്പിക്കാനാ? പോലീസ് കള്ളന്മാരെയല്ലേ ചീത്ത പറയാ? അമ്മ തീഫല്ലല്ലോ, പിന്നെന്തിനാ കരയിപ്പിച്ചത് എന്നവൾ ചോദിക്കുന്നുണ്ട്. അവനും ചിരിയോടെ എന്റെ ഗൗരി മോളെ എന്താടി ഈ പറയുന്നത് എന്ന് ചോദിക്കേ. ചിരിക്കണ്ട, ചോദിച്ചതിന് ഉത്തരം പറ എന്ന് ഗൗരി. അമ്മ കരഞ്ഞതേ വേറൊരു കാരണം കൊണ്ടാ എന്ന് തരുൺ പറയേ. വേറെന്തു കാരണം എന്ന് ഗൗരിയും ചോദിക്കുക. അതെ, ഇനി മുതൽ മോൾ ഇവിടെ നിന്നല്ലേ പഠിക്കാൻ പോകുന്നത്, അതുകൊണ്ടാണെന്ന് തരുൺ പറയേ. അവിടുത്തെ സ്കൂളും നല്ലതാ എന്ന് ഗൗരിയും പറയുന്നുണ്ട്. അതിനേക്കാൾ നല്ലതാണ് ഇവിടുത്തെ സ്കൂൾ എന്ന് തരുണും. ഗൗരിമോൾ ഇവിടെ പഠിക്കുന്നതിന് അമ്മ എന്തിനാ കരയുന്നേ എന്നവൾ ചോദിക്കേ. അതായത് ഗൗരിമോൾ ഇവിടെ നിൽക്കുമ്പോ അച്ഛനും അമ്മയ്ക്കും ജോലിക്ക് പോണ്ടേ? എല്ലാ ദിവസവും അവിടെ നിങ്ങോട്ട് വരാൻ പറ്റോ? ഇല്ലല്ലോ എന്ന് തരുൺ ചോദിക്കേ. അപ്പോ ഗൗരിമോളെ ഉപേക്ഷിച്ച് നിങ്ങൾ പോവല്ലേ എന്ന് ഗൗരിയും ചോദിക്കുക. അയ്യോ, ഉപേക്ഷിക്കാനോ? ആരാ ഇതൊക്കെ പറഞ്ഞേ? അച്ഛൻ ഇവിടെ മോളുടെ കൂടെ ഉണ്ടാവും, പിന്നെ ഷീലാൻഡി ഉണ്ടാവും, രാമങ്കിൾ ഉണ്ടാവും, പിന്നെ അതുകൂടാതെ മോളുടെ കൂടെ മാത്രം നടക്കാനായിട്ട് പുതിയൊരു അങ്കിളും ഉണ്ടാവും എന്ന് തരുൺ പറയേ. വേണ്ട, എനിക്ക് വേറെ ആരും വേണ്ട, എന്റെ കൂടെ അച്ഛനും അമ്മയും മാത്രം മതിയെന്ന് ഗൗരിയും പറയുകയാ. മോള് വാ, അച്ഛൻ പറയുന്നത് കേൾക്ക് എന്ന് പറഞ്ഞ് തരുൺ വിളിക്കേ. എനിക്ക് കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ, ഞാൻ തനി ഇവിടെ നിൽക്കില്ല, ഞാൻ അമ്മേന്റെ അച്ഛന്റെ കൂടെ നിൽക്കും എന്നവൾ സങ്കടത്തോടെ പറയുകയാ. മോളെ പറയുന്ന കേൾക്ക് അച്ഛൻ എന്ന് തരുൺ പറയുന്നുണ്ടെങ്കിലും ഇല്ല, ഞാൻ മിണ്ടൂല. എനിക്ക് മനസ്സിലായി അച്ഛൻ എന്നോട് ഇഷ്ടമില്ല, അതാ ഇവിടെ നിർത്തി പോകുന്നത്. അമ്മയ്ക്കോ സ്നേഹം, അതാ എന്നെ ഇവിടെ നിർത്താൻ പറഞ്ഞപ്പോ കരഞ്ഞത്. ഞാൻ നിൽക്കൂല, ഞാൻ മിണ്ടൂല എന്ന് പറഞ്ഞവൾ ആ റൂമിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. അവിടെ വിക്രം രാത്രിയാവുമ്പോ ഉമ്മറത്തെ പടിക്കെട്ടിലിരിക്കുമ്പോഴാണ് പുറകുവശത്തെ മുറ്റം വഴി അങ്ങോട്ട് വരുന്ന ആത്മജയും അവനെ കണ്ട് ഇതെന്താ ഇവിടെ ഇരിക്കുന്നത്, രാത്രിയായില്ലേ, ഉറക്കൊന്നുമില്ലേ എന്ന് ചോദിക്കുന്നത്. ഇയാൾ ഉറങ്ങിയില്ലേ എന്ന് വിക്രം ചോദിക്കേ. അതുകൊണ്ടല്ലേ ഇങ്ങനെ വന്ന് നിൽക്കുന്നേന്ന് ആത്മജയും. എന്തിനാ പുറകിലൂടെ വന്നത്? ആ ഡോർ തുറന്ന് നേരെ ഇങ്ങ് വന്നാ മതിയായിരുന്നില്ലേ എന്ന് വിക്രം ചോദിക്കേ. ആക്ച്വലി ആവാമായിരുന്നു, പക്ഷേ നമ്മൾ ചില രാത്രികളില് ഒരു വീടിന്റെ സ്വകാര്യതകളിലേക്ക് കടന്നു ചെല്ലാൻ പാടില്ലെന്നാണല്ലോ എന്നവൾ ചോദിക്കേ. അപ്പോ ഇപ്പൊ രാത്രിയല്ലേ എന്ന് വിക്രവും ചോദിക്കുക. നമ്മൾ പക്ഷേ പുറത്താണല്ലോ, അതുകൊണ്ട് നോ പ്രോബ്ലം എന്ന് പറഞ്ഞവൾ വിക്രമിന്റെ ബൈക്കിലേക്ക് ചെന്നിരുന്ന്
അതെ, നമുക്ക് മൂടുണ്ടെങ്കിൽ ഒരു ഡ്രൈവ് പോയാലോ എന്ന് ചോദിക്കേ. വേണ്ടെന്ന് വിക്രം പറയുന്നുണ്ട്. ഓക്കെ, വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് എന്തായാലും ഉറക്കമില്ല, അതുകൊണ്ട് ജസ്റ്റ് ചോദിച്ചെന്നേ ഉള്ളൂ എന്നവൾ പറയേ. അതെന്താ ഉറങ്ങാത്തെ എന്ന് വിക്രവും ചോദിക്കുക. അതൊക്കെ ഒരു വലിയ കഥയാടോ, അങ്ങനെ ചുരുക്കി പറയാനൊന്നും പറ്റില്ല. താനിപ്പോ ആകെ മെന്റലി ഡിസ്റ്റർബ്ഡാ. ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിനെപ്പറ്റി പറയാനും പറ്റില്ല. താൻ ചിലപ്പോ അത് കേട്ടിട്ട് കൈയിന്നങ്ങ് പോകും. അതുകൊണ്ട് വേണ്ട, ഇപ്പൊ എനിക്ക് കഥ കേൾക്കാനാ ഇഷ്ടം തോന്നുന്നത് എന്ന് പറഞ്ഞവൾ അവന്റെ കൂടെ ആ പടിക്കെട്ടിലേക്ക് ഇരുന്ന്, അതുകൊണ്ട് താൻ ഇങ്ങനെ ഇരിക്കുന്നത് എന്താന്ന് പറ ആദ്യം. എന്തോ കാര്യമായൊരു പ്രശ്നം തന്നെ അലട്ടുന്നുണ്ട്. എന്റെ തലയിൽ ഇപ്പോ പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന സമയമാ. ശരിക്കും പറഞ്ഞ ഒരു വേലിയേറ്റം. ഈ സമയത്ത് ഡാർക്കായിട്ടുള്ള കാര്യങ്ങളൊന്നും കേൾക്കാൻ ഇഷ്ടമുള്ള ഒരാളല്ല ഞാൻ. ഫുൾ എനർജി വൈബിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന സമയം. ഡാർക്ക് സൈഡ് തുടങ്ങാൻ പോകുന്നത് ഇനി അമാവാസി ആരംഭിക്കുമ്പോഴാണ്. അപ്പൊ പിന്നെ കംപ്ലീറ്റ് ഓഫ് ആയിരിക്കും. വേലി ഇറക്കമെന്നൊക്കെ പറഞ്ഞ ഒരട്ടർ ഐറ്റം. ഈ മനസ്സൊക്കെ ഉള്ളിലേക്ക് അങ്ങ് വലിയും എന്നവൾ പറയുന്ന കേൾക്കെ വിക്രവും ഇയാള് ഇതെന്തൊക്കെ പറയുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല എന്നോ ചോദിക്കേ. അത് പലർക്കും അങ്ങനെയാ. അതുകൊണ്ട് പലരും ലാലേട്ടന്റെ പഴയൊരു ഡയലോഗ് ഇല്ലേ, അതെന്നോട് ചോദിക്കാറുണ്ട്. വട്ടാണല്ലേ എന്ന് പറഞ്ഞ് ചിരിയോടെ. പക്ഷെ ഈ വട്ടിപ്പോ രസാട്ടോ. ഒരു ഹൈ മാസ് ലൈറ്റിങ്ങനെ തലയ്ക്കകത്ത് കത്തിക്കിടക്കല്ലേ. അതിനെപ്പറ്റി നമുക്ക് പിന്നീട് പറയാം. ഇപ്പൊ ഇയാളുടെ റോളാ. എന്താ പ്രശ്നം എന്നവൾ ചോദിക്കേ. എന്ത് പ്രശ്നം എന്ന് വിക്രമും. ഇപ്പൊ ഇവിടെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്നില്ലേ, ആ പ്രശ്നം എന്താ? ഒന്നുമില്ലെങ്കിലും 5-6 വയസ്സുള്ള ഒരു കുട്ടിയല്ലേ ഡീൽ ചെയ്യാൻ പോകുന്നത്, അതിന് ഇത്ര പേടിക്കണോ എന്നവൾ ചോദിക്കുന്നു. ആര് പറഞ്ഞു പേടിയാണെന്ന്? ഞാൻ ആലോചിച്ചത് നാളെ തുടങ്ങാൻ പോകുന്ന ആ ജോലിയെക്കുറിച്ചല്ല, ആ കുഞ്ഞിനെ കുറിച്ചുമല്ല എന്ന് വിക്രം പറയും. എന്നാ അതെന്താന്ന് ഞാൻ പറയട്ടെ എന്ന് ആത്മജ ചോദിക്കുക. വിക്രം ഇപ്പോ ആലോചിച്ചോണ്ടിരിക്കുന്നത് വേദയെ കുറിച്ചല്ലേ. ഇനി ശരിക്കും പറഞ്ഞ 4-5 വർഷം മുമ്പുള്ള വേദയെ കുറിച്ചുള്ള ജീവിതത്തെ കുറിച്ച് എന്നവൾ പറയുന്നതുകൾക്ക് അത് ആമിക്ക് എങ്ങനെ മനസ്സിലായി എന്ന് അമ്പരപ്പോടെ വിക്രവും ചോദിക്കുക. അത് കേട്ട് അവളും പൊട്ടിച്ചിരിയോടെ താങ്ക് ഗോഡ് ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം യു കോളിംഗ് മീ ആമി, ഇനി മാറ്റരുതേ എന്ന് പറയേ. ഇല്ലെന്ന് പുഞ്ചിരിയോടെ അവനും സമ്മതിക്കുക. അവൾ വീണ്ടും പറയുന്നുണ്ട്, ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് പല തരത്തിലുണ്ട്. ചിലർക്കത് എനിക്ക് വരുന്ന പോലെ വരും. നല്ല ഫുൾ മൂൺ ലൈറ്റും പിച്ച് ബ്ലാക്ക് മൂൺലെസ് നൈറ്റും. ഇറ്റ്സ് എ മെഡിക്കൽ കണ്ടീഷൻ. പക്ഷേ സാധാരണക്കാർക്ക് അങ്ങനെയല്ല കേട്ടോ. അവർക്കിങ്ങനെ ആകെ മൊത്തം സാഡായി നനച്ചു വെച്ച കോഴിയെപ്പോലെ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇരിക്കുന്ന പോലെ ആവും. അങ്ങനെയുള്ള സമയത്തെ നമുക്ക് ഓർക്കാൻ നമ്മുടെ പാസ്റ്റ് മാത്രമേ ഉണ്ടാവൂ. തന്നെ സംബന്ധിച്ചിടത്തോളം തന്റെ ഏറ്റവും വലിയ പാസ്റ്റ് വേദയുമായിട്ടുള്ളതാണ് എന്നവൾ ചോദിക്കേ. വിക്രവും പറയുന്നുണ്ട്, ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ താനെല്ലാം പഠിച്ചുവല്ലേന്ന്. ഏയ്, അങ്ങനെ സ്പൈ വർക്ക് ചെയ്തിട്ടൊന്നുമല്ല. മാഷും അച്ഛനും സംസാരിക്കുന്നതിൽ നിന്ന് ചില പൊട്ടും പൊടിയും, പിന്നെ മാഷ് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വേദയെക്കുറിച്ച് കുറച്ചൊക്കെ ഞാൻ ഊഹിച്ചെടുത്തു എന്നവൾ പറയേ. ആമി പറഞ്ഞത് ശരിയാ. എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങൾ വേദയുമായിട്ടുണ്ടായിട്ടുള്ളതാ. ഞങ്ങൾ പിരിയുന്നതിന് മുമ്പ്, ആ വാക്ക് ശരിയല്ല, പിരിഞ്ഞതല്ല, രണ്ടിടത്തായി പോയതാ. അതിനു മുമ്പ് ഞങ്ങൾ രണ്ടുപേരും ശരിക്ക് ആസ്വദിച്ച് ജീവിച്ചൊരു കാലമുണ്ടായിരുന്നു. ഹൈ റേഞ്ചിലെ തേയിലത്തോട്ടത്തിലെ കുറച്ച് ദിവസങ്ങൾ. അവിടെ വെച്ച് ഞങ്ങൾ ജീവിതത്തെക്കുറിച്ചും ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ചുമൊക്കെ ഒരുപാട് സംസാരിക്കുമായിരുന്നു. ശരിക്കും ഞങ്ങൾക്കൊരു കുഞ്ഞു വേണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. അന്നൊരു കുഞ്ഞ് ഞങ്ങൾക്ക് ജനിക്കുകയും ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ആ കുഞ്ഞിന് 5 വയസ്സായനെ. നാളെ ആ പ്രായത്തിലുള്ള ഒരു കുട്ടിയുടെ സുരക്ഷാ ചുമതലയാണല്ലോ ഏറ്റെടുക്കുന്നതെന്ന് ആലോചിച്ചപ്പോ ഞാൻ പഴയ കാര്യം ഓർത്തുപോയി എന്ന് വിക്രം പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എനിക്കിപ്പോ നല്ല ഓളം വെട്ടുന്ന സമയമാണ്. അതുകൊണ്ട് ആര് വേണമെങ്കിലും ഉപദേശിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് പറയാ, നമ്മൾ പണ്ട് കെമിസ്ട്രി പഠിക്കുമ്പോൾ അതിൽ കാറ്റലിസ്റ്റിനെ കുറിച്ച് പഠിച്ചിട്ടില്ലേ? നമ്മുടെ ഓർമ്മകൾ എപ്പോഴും ഈ കാറ്റലിസ്റ്റുകളെ പോലെ ആയിരിക്കണം. അത് നമ്മളെ മുന്നോട്ട് പോവാൻ സഹായിക്കുന്ന ഒന്നായിരിക്കണം, അല്ലാതെ അത് നമ്മളെ മൊത്തത്തിൽ വിഴുങ്ങരുത്. അപ്പൊ ശരി, ഇനി ഇരുന്നാലോചിക്കാതെ പോയി കിടന്നാലോചിക്കാൻ നോക്ക്. ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് ആമി എഴുന്നേറ്റ് പോവാൻ തുടങ്ങുന്നേരം അവൻ വീണ്ടും വിളിക്കുക. അവൾ തിരിഞ്ഞു നിൽക്കുമ്പോഴേക്കും വിക്രവും എഴുന്നേറ്റ് ചോദിക്കുന്നത് കൊണ്ടൊന്നും തോന്നരുത്, എന്താ സത്യത്തിൽ തന്റെ പ്രശ്നമെന്ന്. അതിനവൾ ഒരു ചിരിയോടെ, സിമ്പിളാ, ബൈപോളാർ ഡിസോർഡർ. അപ്പൊ ശരി, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് അവൾ യാത്രയാവുക. വിക്രവും ടെൻഷനോടെ അവൾ പോകുന്നത് നോക്കി നിൽപ്പാം. വേദയും രാത്രി ഉറങ്ങാതെ ഉമ്മറത്തെ കൈവഴിയിലിരിക്കുമ്പോഴാണ് തരുൺ അങ്ങോട്ട് വന്ന് വേദ സോറി എന്ന് പറയുന്നത്. അവൾ ഒന്നും മിണ്ടാതെ ഇരിക്കുമ്പോഴേക്കും ഞാൻ ഇത്തിരി മോശമായിട്ട് പെരുമാറി. ഇത് ആദ്യത്തേതല്ലെന്ന് എനിക്കറിയാം. പക്ഷേ വേദയോട് അങ്ങനെയൊന്നും പറയണമെന്ന് വിചാരിച്ചിട്ടല്ല. ചില സമയത്ത് എന്റെ മനസ്സിന്റെ മുകളിലുള്ള നിയന്ത്രണം വിട്ടുപോവുകയാ. വേദ എന്നെ കാണുന്നതിന് മുമ്പുള്ള തരുൺ എന്ന പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു. ഭയം എന്താണെന്ന് ഒട്ടും അറിയാത്ത ഒരാൾ. പക്ഷെ എന്റെ രാധിക കൺമുന്നിൽ വെച്ച് കുഴഞ്ഞു വീഴുന്നത് കണ്ടപ്പോഴാ നമ്മൾ കാരണം മറ്റുള്ളവർക്ക് എങ്ങനെ അനുഭവപ്പെടുന്നതെന്ന് മനസ്സിലായത്. അവളുടെ മരണം കൂടി ആയതോടെ ഞാൻ പൂർണ്ണമായും തകർന്നുപോയി. പക്ഷേ മകളെ വളർത്തേണ്ട സിംഗിൾ പാരന്റ് എന്ന രീതിയിൽ ഞാൻ അതൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. എന്നും പ്രശ്നങ്ങളും നിറഞ്ഞ ഡൽഹി ജീവിതത്തിൽ നിന്നും മാറി നിൽക്കാനാണ് ഞാൻ ട്രാൻസ്ഫർ സ്വീകരിച്ചത് തന്നെ. നമ്മളെ എല്ലാ കാലത്തും കാത്തിരുന്നത് ഇതൊക്കെ തന്നെ ആയതുകൊണ്ട് ഇവിടെയും അതേ ജീവിതം തന്നെ തുടരേണ്ടി വന്നു. പക്ഷേ എന്റെ മകളെ കൂടി ആളുകൾ ഉന്നം വെക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ശരിക്കും ഷർട്ടേഡായി പോയി. അതുകൊണ്ടാണ് ഞാൻ അവളെ ഇവിടെ തന്നെ നിർത്താമെന്ന് തീരുമാനിച്ചത്. അവളാണെങ്കിൽ തീരെ സമ്മതിക്കുന്ന മട്ടുമില്ല. വേദ അവളോടൊന്ന് സംസാരിക്കണമെന്ന് തരുൺ പറയുക.
വേദയും പറയുന്നുണ്ട്, മക്കളെ സംരക്ഷിക്കുക മാത്രമല്ല പാരന്റ്സിന്റെ കട, അവർക്ക് വേണ്ടത് സ്നേഹവും സാമീപ്യവും കൂടിയാണ്. അത് കേട്ട് തരുണും, എനിക്ക് മനസ്സിലാവും, എന്റെ മകളുടെ അടുത്തു നിന്ന് മാറി നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കോ വേദ. പിന്നെ ഇതൊരു സ്ഥിരമായിട്ടുള്ള മാറ്റമല്ലല്ലോ, താൽക്കാലികമായിട്ടുള്ള ഒരു ഏർപ്പാട്. എത്രയും പെട്ടെന്ന് ഇവിടേക്കൊരു ട്രാൻസ്ഫറിന് ഞാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് ലോ ആൻഡ് ഓർഡർ തന്നെ വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഏതെങ്കിലും കോർപ്പറേഷൻ ആയാലും ഞാൻ ഓക്കെയാണ്. വേദ പറഞ്ഞതുപോലെ അവൾക്ക് പ്രായപൂർത്തിയാകുന്നതുവരെ അവളോടൊപ്പം കഴിയണമെന്ന് തന്നെയാ എനിക്കും. എന്ത് വില കൊടുത്തും ഞാൻ അത് തന്നെ ചെയ്യും. പക്ഷെ അതിനൊക്കെ ആദ്യം ഇപ്പോഴത്തെ ത്രെട്ടിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടണം. അവളെ ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കണം വേദ, പ്ലീസ്. എന്നവൻ അപേക്ഷിക്കേ ഞാനോ എന്ന് വേദ. വേറെ ആര്? അമ്മയുടെ സ്ഥാനത്ത് നിന്ന് സംസാരിക്കാൻ അവൾക്ക് പെറ്റമ്മയില്ലാതെ പോയില്ല. പ്ലീസ് വേദ, ഞാനും കൂടി വരാം എന്ന് തരുൺ വീണ്ടും അപേക്ഷിക്കേ. വരൂ എന്ന് പറഞ്ഞ് അവനെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോവുകയാ വേദ. ഇത്രയുമാണ് ഈ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.